ഓക്കെ, നമ്മൾ അതായത് നമ്മൾ ശരിക്കും നിങ്ങൾ ആരെങ്കിലും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ഇടുക. ഒരേ ഒരു സെക്കൻഡ്. നമുക്ക് പിക്ചർ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇന്നലത്തെ കളറിങ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ മൂന്നാമത്തെ കളറിങ്, അതായത് റെഡിൻ്റെ നാലാമത്തെ, യെല്ലോയുടെ നാലാമത്തെ കളറിങ്ങാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മ്യൂറൽ റെഡ് കേട്ടോ. മ്യൂറൽ റെഡ് എന്നൊരു കളർ മിക്സിംഗ് ആണ് നമ്മളിന്നിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയ്തു കളറ് നമ്മൾ നാലാമത്തെ കളറിങ്ങാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ മ്യൂറൽ റെഡ് എന്നാണ് പറയുന്നത്. അതിന് നമുക്ക് ഒരു സ്കാർലർ റെഡ് എന്ന് പറയുന്ന കളർ നമ്മൾ മേടിക്കാൻ പറഞ്ഞു. സ്കാർലർ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് കേട്ടോ. സ്കാർലർ റെഡ് അല്ലെങ്കിൽ വെർമില്ലൻ റെഡ് എന്നൊക്കെ പറയും കേട്ടോ. സ്കാർലർ റെഡ് ഒരു 2 ഡ്രോപ്പ് എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് ബേൺസീനയാണ് കളർ കേട്ടോ. 2 ഡ്രോപ്പ് സ്കാർലറ്റ് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന പറഞ്ഞുതരാം. 2 ഡ്രോപ്പ് സ്കാർലർ റെഡും 1 ഡ്രോപ്പ് ബേൺസീന എന്ന് പറയുന്നത് ബ്രൗൺ ആണ് കേട്ടോ. ഒരു ബ്രൗൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര ഡാർക്ക് ബ്രൗൺ അല്ല, ബേൺസീന എന്ന് പറഞ്ഞ ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് 1 ഡ്രോപ്പും 2 ഡ്രോപ്പ് സ്കാർലർ റെഡും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ 3 ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ നമുക്കതിനകത്ത് 1-1.5 ഡ്രോപ്പോ വാട്ടർ മതി. ആ കളർ ഒന്ന് മിക്സ് ആവാനുള്ള വെള്ളം മതി, ഒരുപാട് വേണ്ട. കാരണം നമ്മളിതിൻ്റെ ഔട്ടറായിട്ടാണ് വരയ്ക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കുറച്ച് കളർ കൂടുതൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. നമ്മൾ തലമുടിയൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിതിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കളർ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. രണ്ടും ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അല്ലല്ല, 2 ഡ്രോപ്പ് സ്കാർലർ റെഡ്. സ്കാർലർ റെഡ് കൂടുതലാണ് കേട്ടോ. സ്കാർലർ റെഡ് കുറച്ച് കൂടുതലാണ്. എൻ്റെ ഒരു സ്കാർലറ്റ് തീർന്നു. അപ്പോൾ ഞാൻ വെർമില്യൻ എന്ന് പറയുന്ന കളറാണ് എടുക്കുന്നത് കേട്ടോ. ഓറഞ്ചിൻ്റെ കുറച്ച് റെഡിഷ് ആയിട്ടുള്ളൊരു ഓറഞ്ചാണ്. സ്കാർലറ്റ് അല്ലെങ്കിൽ വെർമില്യൻ എടുക്കാം കേട്ടോ. എൻ്റെ കളർ കുറച്ച് പഴയതായിട്ട് കുറച്ചൊന്ന് കട്ടി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുറച്ച് തുറന്നൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിച്ച് പോകും. പിന്നെ ഇതിൽ കട്ടി പിടിച്ച കളറായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. നിങ്ങളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളണം. നല്ലതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഈ സ്പ്രെഡ് നമുക്ക് പ്രത്യേകിച്ച് വളരെ തിൻ ഔട്ട്ലൈനിങ് ആണ് വേണ്ടത്. അപ്പോൾ ഔട്ട്ലൈനിങ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് എന്തുകൊണ്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച്, അതായത് 3 ഡ്രോപ്പ് കളർ, 2 ഡ്രോപ്പ് സ്കാർലറ്റ് 1 ഡ്രോപ്പ് ബൺസീനയും കൂടെ ആകുമ്പോൾ 3 ഡ്രോപ്പ് കളർ നമ്മൾ ഓൾറെഡി എടുക്കും. ആ 3 ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു 1.5 ഡ്രോപ്പ്, അതിൻ്റെ പകുതി അളവിൽ വാട്ടർ എടുത്താൽ മതി കേട്ടോ. കളറിൻ്റെ പകുതി അളവിൽ, ഹാഫ് അളവിൽ വാട്ടർ. നമ്മളിപ്പോൾ 6 ഡ്രോപ്പ് കളർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, 3 ഡ്രോപ്പ് വാട്ടർ എടുക്കാം. 6 ഡ്രോപ്പ് നമ്മൾ, അതായത് 2 ഡ്രോപ്പ് എന്ന് പറയുന്ന 4 ഡ്രോപ്പ് സ്കാർലറ്റ് 2 ഡ്രോപ്പ് ബൺസീന എടുക്കുകയാണെങ്കിൽ 3 ഡ്രോപ്പ് വാട്ടർ എടുക്കാം കേട്ടോ. അതിൻ്റെ നേരെ പകുതി അളവിലാണ് കേട്ടോ. നേരെ ഹാഫ് അളവിലാണ് നമ്മൾ ഈ കളർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആണ് നമ്മൾ മ്യൂറൽ റെഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ചുവർ ചിത്രങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷനാണ്. 2 ഡ്രോപ്പ് സ്കാർലറ്റും 1 ഡ്രോപ്പ് ബേൺസീനയും എന്ന് പറയുന്ന കളേഴ്സാണ്. നമ്മളിതിപ്പോൾ ബോട്ടിലായതുകൊണ്ടാണ്. ഇതാണ് ബേൺസീന. സ്കാർലറ്റ് റെഡ് ഓറഞ്ച് പോലെ ഇരിക്കുന്ന റെഡാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് റെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രിംസൺ റെഡാണ്. നമുക്ക് റെഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളർ ഇതാണ്. ഇത് ക്രിംസൺ ആണ്. ഇത് നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കാത്തൊരു കളറാണ്. പക്ഷെ നമ്മൾ ലോട്ടസ് അല്ലെങ്കിൽ ചില ലിപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ ഈ കളർ നമുക്ക് വലിയ യൂസ് ഇല്ല. നമുക്കൊരു ഓറഞ്ച് പോലത്തെ കളറാണ്. ഒരു ബ്രിക്ക് റെഡാണ് നമ്മുടെ ശരിക്കുള്ള കളർ. കാവി ചുവപ്പാണ്. അപ്പോൾ ആ ഒരു ബ്രിക്ക് റെഡിൻ്റെ ഒരു ഓറഞ്ചിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് എപ്പോഴും കാണാൻ ഭംഗി കേട്ടോ.
അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ. ഇത് 000 ബ്രഷാണ്. ഇത് മിക്സിങ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാം ഇന്ത്യൻ റെഡ് ആണെങ്കിൽ ഡയറക്റ്റ് ഇന്ത്യൻ റെഡ് ഡയറക്റ്റ് ഏകദേശം ഈ കളർ തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ റെഡ് ചേർക്കുകയാണെങ്കിൽ ഒരു ശകലം എന്താണ് നമ്മൾ സ്കാർലറ്റ് റെഡ് ഇവിടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യൻ റെഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ചുവർച്ചിത്രയിലയുടെ കറക്റ്റ് കാവി കളറാണ്. അപ്പോൾ അതിനൊരു അട്രാക്ഷൻ ഇല്ല. നമ്മുടെ ഈ ഓറഞ്ച് പോലത്തെ ഒരു സ്കാർലറ്റ് റെഡിന് കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് മറ്റേത് കുറച്ചൊരു ഡിമ്മായിട്ട് തോന്നും. ഇന്ത്യൻ റെഡേ മ്യൂറലിൻ്റെ കറക്റ്റ് കളറാണ്. അത് കുറച്ചും ഡള്ളായിപ്പോകും. നമ്മുടെ ചിത്രത്തിൽ അതൊരു ഭംഗി കുറവ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 000 ബ്രഷാണ് എടുക്കുന്നത്. 000 ബ്രഷാണ് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഓറഞ്ച് വെച്ച് ചെയ്ത സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഔട്ട്ലൈൻ, അതായത് ഓറഞ്ചിൻ്റെ ഔട്ടറായിട്ടാണ് കൊടുക്കുന്നത്. ഓറഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെയും ഔട്ടറായിട്ട് ഓറഞ്ച് നമുക്ക് കാണണം. എല്ലായിടത്തും എൻ്റെ ഞാൻ ഇന്നലെ ഉണങ്ങാത്തതുകൊണ്ട് വളരെ തിന്നായിട്ടാണ് ഓറഞ്ച് വരച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് സ്പ്രെഡായി പോവും. പക്ഷെ ഉണങ്ങിയപ്പോൾ ഓറഞ്ച് ഭയങ്കരമായിട്ട് ആയിട്ടില്ല. ഞാൻ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ഉടനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ തിന്നായിട്ട് ഓറഞ്ച് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു. അതിൻ്റെ 1/3 ഭാഗം കവർ ചെയ്യത്തക്ക വിധത്തിൽ വേണം ഓറഞ്ച് കവർ ചെയ്യാൻ. ഇതിൻ്റെ ഔട്ടറായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മ്യൂറൽ റെഡ് കൊടുക്കുന്നത് കേട്ടോ. ഓറഞ്ചിൻ്റെ ഔട്ടർ, ഓറഞ്ച് അതുകൊണ്ടാണ് പറഞ്ഞ് വെള്ളം കൂടി പോവുകയാണെങ്കിൽ വൈറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചിലപ്പം സ്പ്രെഡാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓറഞ്ചിൻ്റെ വെളിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓറഞ്ച് കാണണം, അതിൻ്റെ ഔട്ടറായിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇന്നലെ ഓർണമെൻറ്റ്സ് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും നമ്മളിപ്പോൾ ഒരിക്കൽ കൂടെ ഔട്ട്ലൈൻ ചെയ്യുകയാണ്. നല്ല മഴ, ചൂടിൻ്റെ കൂടെ മഴയും കൂടെ ആയപ്പം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ 000 എന്ന് പറയുന്ന ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ട് 000 ബ്രഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബ്രിസിൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ നേരിയ വര, നമ്മൾ സാറിന് മ്യൂറലിൽ വരയ്ക്കുന്ന ലൈൻസിന് എപ്പോഴും 000 യൂസ് ചെയ്യുന്ന മുടിയുടെ കട്ടിയെ മുടി 4 ഇഴ കട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അത്രയും തിക്നെസ്സേ പാടുള്ളൂ എന്നാണ്. അത് നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ടേ നമുക്ക് അത്ര തിന്നായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം ചെറിയ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതാണ് നമുക്ക് വളരെ കട്ടി കുറച്ച് ചെയ്യാൻ പറ്റും. പെയിന്റിന്റെ നമുക്ക് ഹാഫ് പാർട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഫേസിന്റെ പാർട്ട് മാത്രം. അത് സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അങ്ങനെയാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഇതായിരിക്കുന്നതാണ്. എനിക്ക് പക്ഷേ എൻ്റെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ മാം പൊക്കി മുകളിലേക്ക് ആക്കിയാ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഓക്കെ അല്ലേ? ആ മാം ഫേസിന്റെ ഹെയർ ഭാഗം മുകളിലായി പോയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് പോയിട്ട് ഇപ്പോഴോ? ആ ഇപ്പൊ ഓക്കെയാണോ? ഓക്കെ. ഞാനും ആദ്യം വിചാരിച്ചേ അത് നമ്മളന്ന് സൂം ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മളൊന്ന് കറക്റ്റ് മൂവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരു ഭാഗം വിട്ടത് ബിന്ദു ജോസ് മാം ഇന്നലെ ഇട്ടിരുന്നത് പേപ്പറിൽ പ്രിന്റ് ചെയ്തതാണ്. എനിക്കത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. മുഴുവനും പെയിന്റ് മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ആദ്യം മിസ് പറഞ്ഞപ്പോ അത് പേപ്പറിൽ ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ ക്ലോത്തിൽ പിന്നെ ചെയ്ത് അയച്ചു തരാന്ന് പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. നിങ്ങളിതൊന്ന് സൂം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മൾ വരയ്ക്കുന്ന ഓറഞ്ചിൻ്റെ പുറത്തല്ല, ഓറഞ്ചിൻ്റെ ഔട്ടറായിട്ടാണ് കേട്ടോ. നമുക്ക് ഓറഞ്ച് ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ല, അതിൻ്റെ ഒരു ഷെയ്ഡായിട്ടേ നിൽക്കത്തുള്ളൂ കേട്ടോ.
നമ്മുടെ പിക്ചറിൽ മോതിരം ഇല്ലായിരുന്നു, ഞാൻ മോതിരം ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ബോഡിയിലും ഇതുപോലൊന്ന് മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചോളണം കേട്ടോ. മ്യൂറൽ റെഡ് കൊണ്ട് കണ്ണ് മൂക്ക് എല്ലാം നമ്മൾ യെല്ലോ വരച്ച് ബ്രഷ് ഒന്ന് ബാലൻസ് ആവാനാണ് ആദ്യം മ്യൂറൽ റെഡ് കൊണ്ട് വരയ്ക്കാത്തത്. ഓൾറെഡി നമ്മൾ ഏതൊരു ഫിഗറിലും മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അത് വീണ്ടും വീണ്ടും നമ്മൾ ക്യാൻവാസിലാണെങ്കിലും ചെയ്യും, കാരണം നമ്മുടെ ലൈൻസുകളൊന്ന് ക്ലിയർ ആവാനായിട്ട്. ബ്ലാക്ക് ലൈനൊക്കെ വരയ്ക്കുമ്പം ആ ലൈൻ എടുത്ത് കാണിക്കാതിരിക്കാനും ഒരു റെഡ് ലൈൻ വരച്ചിട്ടേ നമ്മൾ അതിൻ്റെ പുറത്ത് ബ്ലാക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മ്യൂറൽ റെഡ് വരയ്ക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം മ്യൂറൽ റെഡ് കൊണ്ട് വരച്ചാൽ നമുക്ക് തെറ്റിപ്പോയാലൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ 1-2 പ്രാവശ്യം പല ഭാഗങ്ങളിൽ ബ്രഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമുക്ക് ബ്രഷ് ബാലൻസിങ് ആവും. പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം വരച്ചതിന് ശേഷം മ്യൂറൽ റെഡ് വെച്ച് പിന്നെയാണ് വരയ്ക്കുന്നത്. ഇവിടെ എല്ലാം ഈ എന്താ മോനെ നമ്മളെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഔട്ട്ലൈൻ മൊത്തത്തിൽ പൂക്കൾക്കൊന്നും വേണ്ട, പക്ഷെ സ്കിൻ ടോൺ വരുന്ന ഭാഗങ്ങളിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബാക്കി ഭാഗങ്ങളിൽ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. ഫുള്ള് ചെയ്തുകൊണ്ടിരുന്ന ഇനി നമ്മളിത് ഹെയർ ഫുള്ളായിട്ട് കേട്ടോ വലിയ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചിട്ട് ഹെയർ ഫുള്ളായിട്ട് നമ്മൾ ഇച്ചിരി വലിയ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യും. ഒരു 3-യുടെയോ 2-ൻ്റെയോ ഹെയറിൻ്റെ പുറത്ത് നമുക്ക് വേറെ കളർ വരുന്നത് കൊണ്ട് ഇച്ചിരി വലിയ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. അതേസമയം നമ്മൾ ഒറ്റ ഫ്ലാറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുമല്ലോ കേട്ടോ. അതിനകത്ത് നമുക്ക് അധികം വെള്ളം ചേർക്കണ്ട, കട്ടിക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഹെയർ ഫുള്ളായിട്ട് മ്യൂറൽ റെഡ് കേട്ടോ. ഇപ്പം ഞാൻ 3-യുടെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ.
ക്ലോത്തിൽ എപ്പോഴും അടിയിൽ നമ്മൾ എന്തെങ്കിലും വച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ കറക്റ്റ് ഡയറക്റ്റ് ഇത് വെള്ളം ബ്രഷിൽ മുക്കിയിട്ട് എടുക്കുമ്പോൾ കളർ ഡ്രൈ ആക്കി എടുക്കാവും. അതുപോലെ നമുക്ക് ഒത്തിരി കളറുണ്ട് എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാമെന്ന് വെച്ചെടുക്കുക ചെയ്യരുത്. മൂവ് ചെയ്യത്തില്ല, അവിടെ ഭയങ്കര കട്ടിക്ക് വരും. അപ്പോൾ അങ്ങനെ കട്ടിക്ക് വരുന്നത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ബ്രഷ് നല്ല ഡ്രൈ ആക്കി അതിനെ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലോത്തുകൾ ഈ ഭയങ്കര കട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിനകത്ത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നത്തില്ല. കവിത മാം ആരല്ലേ ക്യാൻവാസിൽ ചെയ്തത് പിക്ചർ ഇട്ടത്? അതെ മാം, അതെ ക്യാൻവാസിലാ ചെയ്തേ. ഏത് A3 സൈസ് തന്നെ മാം? അല്ല, ഞാൻ രണ്ട് A3 എടുത്തിട്ട് അതിന്റെ എനിക്ക് A3 കുറവായിട്ടാ വന്നത് മാം, ചെറുതായിരുന്നു. അപ്പൊ രണ്ട് A3 ഹാഫ് ആയിട്ട് എടുത്തു. അപ്പൊ A2 അടുപ്പിച്ച് വരും. A2 എന്നാ ഇല്ല, A2ന്റെ അത്ര ഇല്ല. പക്ഷെ അല്ല, നമുക്ക് ക്യാൻവാസിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനൊരു ക്യൂട്ടായിട്ടുള്ളത് കൊണ്ടേ. ശരിക്കും പറഞ്ഞാൽ ജാതി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പിക്ചറാണ്. ക്രിസ്ത്യാനികളായാലേ വീട്ടിൽ വയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അല്ല, ഈ പിക്ചർ കുട്ടി കൃഷ്ണനല്ലേ, ഒരു ഓമനത്തുള്ളൊരു കുഞ്ഞിന്റെ പിക്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല ക്യൂട്ടാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ നമ്മളെപ്പോഴും മ്യൂറൽ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ നെറ്റിലൊക്കെ നോക്കിയാലും കോമൺ ആയിട്ട് സ്ഥിരം പിക്ചേഴ്സുകൾ തന്നെയാണ് കിട്ടുന്നത്. അതിനെ നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൈ കുഴപ്പമായിരിക്കും, അതിൻ്റെ ഒരു എന്താണ് എന്തെങ്കിലുമൊക്കെ പൊസിഷൻസിന് എന്തെങ്കിലുമൊക്കെ കാണും വ്യത്യാസങ്ങളെ. മൊത്തത്തിലൊരു നല്ലൊരു ഭംഗിയായിരിക്കും. ചിലപ്പോൾ ഒരു കളറിങ്ങിനൊക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മൾ ആ പടം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതൊന്ന് വരച്ചു കൊടുക്കാം. ചിലവർ എനിക്ക് പിക്ചറൊക്കെ നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട്, കൂടുതൽ പേരും അങ്ങനെയാണല്ലോ വരുന്നത്, നമുക്ക് പിക്ചർ വരച്ചു കൊടുക്കാൻ വരുന്നത് കൂടുതൽ നെറ്റിൽ പിക്ചർ സെർച്ച് ചെയ്തിട്ട് ടീച്ചർ ഇതുപോലെ തന്നെ വേണമെന്ന് പറയേ. അപ്പം ഞാൻ ആ പിക്ചർ പ്രിൻ്റൊക്കെ എടുത്തിട്ട് നോക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടേ അത് കോപ്പി ചെയ്യാമെന്നോ അല്ലെങ്കിൽ അത് നോക്കുമ്പോഴാണ് അതിനകത്ത് കുറേ അപാകതകൾ കാണും. എൻ്റെത് പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു കളറിങ് കൊണ്ടുള്ളൊരു ഭംഗിയേ ഉള്ളൂ. ആൾക്കാർ പഴയ ഒരു രീതിയിൽ നിന്ന് കുറേയൊക്കെ മാറ്റുന്നത് വളരെ കുറവാണ്. വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഭയങ്കര രസമാണ്, പക്ഷെ അവർ എല്ലാ വെറൈറ്റീസും നെറ്റുകളിൽ ഇടാറില്ല. നല്ല നല്ല ആർട്ടിസ്റ്റുകളൊന്നും അധികം അങ്ങോട്ട് ഇടാറില്ല ചിത്രങ്ങളെ. നന്നായിട്ട് വരയ്ക്കുന്നവരുണ്ട്, പക്ഷെ അവരധികം ഇടാറില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതായിപ്പം മ്യൂറൽ റെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഓർണമെൻറ്റ്സിലൊക്കെ ചെയ്യണം. പിന്നെ ഡ്രസ്സിൻ്റെ നമുക്ക് വളരെ തിന്നായിട്ടുള്ളൊരു ഔട്ട്ലൈനിങ് മാത്രം കൊടുക്കാം കേട്ടോ. കൂടുതലൊരു ഓറഞ്ച് കളറാണ്, ഒരുപാട് നമുക്ക് വേണ്ട. വളരെ തിന്നായിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ അറ്റത്തുകൂടെ ചെറിയൊരു ഔട്ട്ലൈൻ ഇവിടെ വേണം. ബോർഡർ കുറച്ച് ഹൈലൈറ്റ് ചെയ്യണം, പക്ഷെ മറ്റു ലൈൻസുകൾ വളരെ ചെറിയൊരു ലൈനായിട്ട് ഒന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൽ വേണം, ഇതിൽ ഞാൻ വരച്ചിട്ടില്ല സമയം. ഇവിടെ ഞാൻ ഇന്നലെ വളരെ തിന്നായിട്ടാണ് ഓറഞ്ച് വരച്ചത്. അപ്പോൾ ഓറഞ്ച് കുറച്ചുകൂടെ വീതിക്ക് വരച്ചാൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഇവിടെയൊന്നും വരച്ചിട്ടില്ല, എല്ലാം വരച്ചുകൊണ്ടെന്ന് നമുക്ക് അടുത്ത കളറിലോട്ട് സമയം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇട്ടാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളും യെല്ലോയുടെ 4 സ്റ്റെപ്പുകളാണ്. നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്രോമെല്ലോ ഔട്ട്ലൈനാണ്, 000 ബ്രഷ്, നോ വാട്ടറാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ക്രോമെല്ലോ ഫില്ലിംഗ് ആണ്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിലാണ് ഫില്ല് ചെയ്തത്. അതായത് എത്ര കളർ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ചേർത്തിട്ട് ഫില്ല് ചെയ്യാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. സെയിം ക്രോമെല്ലോ തന്നെയാണ് കളർ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിൽ ക്രോമെല്ലോ തന്നെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കളർ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി അളവിൽ ഔട്ട്ലൈൻ നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം ഫില്ലിങ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഷെയ്ഡിങ് ആണ്. നമ്മൾ 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് നല്ല വലിയ ഏരിയയൊക്കെ ആണെങ്കിൽ 3 ഡ്രോപ്പ് വരെ വാട്ടർ മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് അളവിൽ വാട്ടർ ചേർത്തുകൊണ്ട് ഓറഞ്ചാണ് മൂന്നാമത്തെ ഷെയ്ഡിങ് ആയിട്ടാണ് ചെയ്തത്. നാലാമത്തെ മ്യൂറൽ റെഡ് ഔട്ട്ലൈൻ. മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡ്, 1 ഡ്രോപ്പ് ബേൺസീനയാണ്. അതിനകത്ത് 3 ഡ്രോപ്പ് കളറിനും കൂടെ 1½ ഡ്രോപ്പ് വാട്ടർ മിക്സ് ചെയ്തിട്ടുണ്ട്.
അത് വെച്ച് 000 ബ്രഷ് വെച്ച് വളരെ തിന്നായിട്ടുള്ളൊരു ഔട്ട്ലൈനിങ് ആണ് ഇപ്പം ചെയ്ത സ്റ്റെപ്പ്. ഇത്ര എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തൊരു പുതിയ കളർ ഗ്രീനിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തൊരു പിങ്ക് കളർ കേട്ടോ. പിങ്ക് കളർ നമ്മൾ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ ഒന്ന് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ പിങ്ക് കളറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 3 ഡ്രോപ്പ് വൈറ്റ്, 3 ഡ്രോപ്പ് വൈറ്റിൻ്റെ കൂടെ വൈറ്റ് എടുത്തോട്ടെ. കുറേ കളർ യെല്ലോ ആയിട്ട് എടുത്തോണ്ട് പോയിരിക്കുന്നല്ലേ? ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. ഇവിടെ കുറേ വൈറ്റ് എടുത്തിട്ടും വൈറ്റ് എല്ലാം തീർന്നിരിക്കുന്നു. അയ്യോ, തുറക്കാൻ പറ്റില്ല ഒരെണ്ണം. ചിലതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ഇത് കട്ടി പിടിച്ച് പോകുന്നതുകൊണ്ട് ഞാൻ കുറേ കളർ മേടിച്ചിടും. അത് ടൈറ്റായിട്ട് അടച്ച് വെച്ചു. ഇത് തുറക്കാൻ പറ്റുന്നില്ല. മോളെയും കൊണ്ടുവാ പെട്ടെന്ന്. 3 ഡ്രോപ്പ് വൈറ്റിൻ്റെ കൂടെ ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ റെഡാണ്. ഹാഫ് അല്ലെങ്കിൽ 1 ഡ്രോപ്പ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇരിക്കും. ക്രിംസൺ ലേക്ക് എന്ന് പറയുന്നൊരു റെഡുണ്ട് നമുക്ക്. ആ റെഡാണ് കളറായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു ഡ്രോപ്പ് എടുത്താൽ മതി. ഇതൊരു ക്രിംസൺ വൈറ്റ് എടുത്തോട്ട് മിന്നുവേ. കുറേ വൈറ്റ് എടുത്തു, പക്ഷെ ഒന്നും മിന്നു കിട്ടി. 1:3 അല്ലേ പറഞ്ഞേ മാം? അതെ 1:3 ആണ് കേട്ടോ. വളരെ ലൈറ്റായിട്ടുള്ളൊരു പിങ്കാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, വളരെ ലൈറ്റായിട്ടുള്ളൊരു പിങ്കാണ് കേട്ടോ വേണ്ടത്. ഇതിനകത്ത് നമ്മൾ ആ ഓറഞ്ച് മിക്സ് ചെയ്തൊരു ചെറിയ വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു ഫ്ലഷ് ടിൻറ്റിൻ്റെ കളർ പിങ്കിന് മാറിയിട്ട് ഒരു പീച്ചും അല്ല പിങ്കും അല്ലാത്തൊരു കളർ കിട്ടും കേട്ടോ. ചെറിയൊരു വാട്ടർ ഓറഞ്ച് നമ്മൾ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര പീച്ചായിപ്പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു വാട്ടർ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നല്ല പ്യുവർ പിങ്കിന് പകരം ഒരു ചെറിയ സ്കിൻ ടോൺ കളറൂടെ അതിനകത്ത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഇപ്പോൾ 3 ഡ്രോപ്പ് വൈറ്റ്, 1 ഡ്രോപ്പ് ക്രിംസണിലേക്ക് കേട്ടോ. 1 ഡ്രോപ്പ് ഞാൻ വലിയൊരു ഡ്രോപ്പ് വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ പ്ലെയിൻ ഏരിയയിലാണ് ചെയ്യുന്നത്. ഒന്നല്ല, നമുക്ക് 3 ഡ്രോപ്പിന് 1 1/2 or 2 ഡ്രോപ്പോ വാട്ടർ മിക്സ് ചെയ്യാം കേട്ടോ. 1 1/2 or 2 ഡ്രോപ്പ് വരെ മിക്സ് ചെയ്യാം, വലിയ പ്രശ്നമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയകളൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ ഞാനിത് കണ്ണിനകത്തൊക്കെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. കിട്ടി ക്രോമല്ലേ? ഇത് ഈ ഒരു ഓറഞ്ചിന്റെ ചെറിയൊരു ഇത്, അതായത് ഞാൻ ബ്രഷിൽ വെള്ളം നമ്മളിപ്പം സ്കാർലറ്റ് റെഡല്ലേ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന കളറ്, ആ കളറിലെ വാട്ടറാണ് ഇതിനകത്ത് മിക്സ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് വന്നത്. ആ ഒരു കളർ വരുന്നത് നല്ലതാണ്. പ്യുവർ വാട്ടറും ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സ്കിൻ ടോൺ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഓറഞ്ച് കളറിൻ്റെ ഒരു ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിലും മുക്കിയതിന് ശേഷം ചെയ്യും. ഓറഞ്ച് ഒരുപാട് ചേർക്കരുതെങ്കിൽ കളർ ടോൺ ഫുൾ മാറും. വെള്ളം ഒന്ന് കലക്കിയിട്ട് ഒരു ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ആദ്യം ചെയ്യുന്നത് പറഞ്ഞോളൂ മാം. ഫ്ലഷ് ടിൻ്റ് അല്ല, പിങ്ക് തന്നെയാണ് കേട്ടോ. എന്നാൽ ഒരു ഭയങ്കര പിങ്ക് അല്ല, എടുത്ത് കാണിക്കുന്നൊരു നമ്മളെന്തോന്ന് ലോട്ടസ് പിങ്ക് ഒന്നും അല്ല, ഒരു ചെറിയ സ്കിൻ ടോൺ പോലെ ഇരിക്കും. നമ്മൾ ഈ മുഖത്തൊക്കെ ഒരു ചിന്നൊക്കെ വരയ്ക്കുമ്പം അവിടെയൊക്കെ ഒരു ഫ്ലഷ് കൊടുക്കത്തില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. കണ്ണിനകത്താണ് ഇപ്പം വരച്ചിട്ട് മ്യൂറൽ റെഡ് കൊണ്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് വേണം നിങ്ങൾ കണ്ണിലോട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഞാനത് മിക്സിങ് പറയുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ, നോട്ട് പറയില്ലേ. അപ്പോൾ ഈ കളറിൻ്റെ കറക്റ്റ് മിക്സിങ് പറഞ്ഞു തരാം കേട്ടോ.
രണ്ട് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ഏത് ഭാഗമാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കണ്ണിൻ്റെ വൈറ്റ് ആയിട്ട് അകത്താണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിത് ആ ചുണ്ടിൽ ഫുള്ളായിട്ടങ്ങ് ഫില്ല് ചെയ്യുന്നു കേട്ടോ. വൈറ്റ് ഫുൾ അടിച്ചു? ഇല്ല ഇല്ല, ഔട്ടർ മാത്രമല്ലേ മാം, ഔട്ടർ മാത്രം. ശ്രീദേവിക താമസിച്ചു പോയല്ലോ. കേട്ടില്ലേ? ചുണ്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ നമ്മളത് ഇവിടെ ചെവിയുടെ അകത്തും ചെറിയൊരു ഭാഗം കേട്ടോ. ചെവിയുടെ അകത്തും കുട്ടിക്കൃഷ്ണനായതുകൊണ്ടാണ് ചെവിയുടെ അകത്തും നമ്മൾ ചെറിയ ഭാഗത്ത് ഈ കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഉള്ളം കൈ, ഉള്ളം കാല് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ ഒരു ഹാഫ് പാർട്ട് വരെ നഖം. മാം ഇന്ന് ഫോട്ടോ ഇടുമ്പോ കാലിന്റെ 2 കാല് മാത്രം ഒന്ന് ഫോട്ടോ ഇടാൻ പറ്റുമോ? ഇന്നലെ ഞാൻ എല്ലോ കൊണ്ട് വരച്ചത് കൊണ്ട് ക്ലിയർ അല്ലായിരുന്നു. ഇന്നിപ്പോ റെഡ് ആക്കിയപ്പോൾ ചേഞ്ച് വന്നത് പോലെ തോന്നി, അത് കാരണമാണ്. ചേഞ്ച് വന്ന പോലെ തോന്നിയോ? ഇവിടുത്തെ ഇത് വരയ്ക്കാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സോറി, ഞാൻ നോക്കി വരച്ചതാണ്. അപ്പോൾ ചെറിയ അകത്തുള്ള ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് കുഴപ്പമില്ല, ചെയ്യുമ്പം ഇട്ടേ ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിനകത്ത് ട്രേസ് ചെയ്തപ്പോൾ തെളിഞ്ഞില്ല. അപ്പം ഞാനിങ്ങനെ നോക്കി വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടേതായുള്ള രീതിയിൽ പെട്ടെന്ന് കറക്റ്റ് ചെയ്താളെ. ഈ വിരലിൻ്റെയൊക്കെ ഹാഫ് പാർട്ടാണ് നമ്മൾ ഈ കളർ കൊടുക്കുന്നത് കേട്ടോ. വിരലിൻ്റെയൊക്കെ ഒരു ഹാഫ് പാർട്ട് കേട്ടോ, ഒരു ഹാഫ് വരെ കൊടുക്കും. ഇവിടെ നഖമുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ കൊടുക്കും കേട്ടോ. നമുക്ക് ആ ഒരു ഉള്ളം കൈയുടെ ഒരു ഫീല് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ തോന്നിക്കാൻ വേണ്ടി. കവിളില് കൊടുക്കാൻ പറ്റുമോ മാം? ഇത് കവിളിൽ കൊടുക്കാൻ ബ്ലൂ ചെയ്തിട്ട് ചെയ്യും കേട്ടോ. ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ഇടുമ്പോൾ ചിലപ്പം നമുക്ക് കറക്റ്റ് എവിടെയാണ് ഈ ചിഹ്നിൻ്റെ ഇത് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കൊടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഇപ്രാവശ്യം ബ്ലൂവിന് കൊടുക്കുന്നൊരു ഷെയ്ഡ് ഈ കളറാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ഫുള്ളി നമ്മുടെ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് മ്യൂറൽ ശൈലിയിലാണെങ്കിലും ഫുള്ളി നമ്മളിതൊരു ചെയ്യുന്ന ചിത്രത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ്. കളർ കോമ്പിനേഷൻസിനൊക്കെ കേട്ടോ. മുമ്പ് സാരി മ്യൂറൽ അല്ലെങ്കിൽ കൃഷ്ണനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കുട്ടി കൃഷ്ണൻ്റെത് മ്യൂറലിൽ ചെയ്യുമ്പോൾ കുറച്ച് കളറുകൾക്ക് ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് വലിയ ഏരിയകൾ ഫില്ല് ചെയ്യാനായിട്ട് വലിയ ബ്രഷുകൾ യൂസ് ചെയ്യാം കേട്ടോ. 3യുടെ ബ്രഷൊക്കെ യൂസ് ചെയ്യാമേ. ഇതിപ്പോൾ സ്കിൻ ടോൺ കുറച്ചുകൂടെ കൂടി, കാരണം ഞാൻ ബ്രഷ് വെള്ളത്തിൽ തൊട്ടത് വേറെ ബ്രഷാണ്. അപ്പം അത് ഓറഞ്ച് കുറച്ചുകൂടെ കൂടിപ്പോയി കേട്ടോ. അതുകൊണ്ട് കുറച്ച് കളറ് ഇങ്ങനെ കൂടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി അപ്പോൾ ഇത്രയാണ് പിങ്ക് വരുന്ന കളേഴ്സ് കേട്ടോ. ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് ഞാൻ നോക്കട്ടെ, ഞാൻ ഫോട്ടോ എടുത്തതിന് പോകും. ആർക്കെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ കളർ ചെയ്യുമ്പോഴേ ആ പിങ്ക് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. നോക്കട്ടെ, ഞാൻ തന്നെ എടുക്കാൻ പറ്റും.
ചെയ്തിട്ടുണ്ട്. മാം ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കലാ മാം അല്പം ലേറ്റ് ആയതുകൊണ്ടല്ലേ, ഞാൻ ജസ്റ്റ് കയറിയപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ല. ആ മാം ഇത്തിരി ലേറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഗ്രീനിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് കേട്ടോ. നമ്മളിപ്പം ഗ്രീനിൽ ഓൾറെഡി നമ്മൾ കളർ പറയാതിരുന്നു, അതുകൊണ്ട് ഞാൻ കളർ ഇന്നലെ മിക്സ് ചെയ്ത് 3 ഡ്രോപ്പ് ലെമണിലൂടെ ഹാഫ് ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ചേർത്താണ് ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കിയത്. നമുക്ക് ഇന്ന് വേണ്ടത് സാബ് ഗ്രീനാണ്. സാബ് ഗ്രീൻ ഡയറക്റ്റ് ഉള്ളവർക്ക് സാബ് ഗ്രീൻ യൂസ് ചെയ്യാം. സാബ് ഗ്രീൻ എന്ന് പറയുന്ന കളർ ഇതാണ് കേട്ടോ. സാബ് ഗ്രീൻ ഇല്ലാത്തവരാണ്, ഇപ്പോൾ ബ്ലൂ ഗ്രീൻ മേടിച്ചിട്ട് നമ്മളിലുള്ള കളേഴ്സ് ആണെങ്കിൽ നമ്മളിന്നലെ ഓൾറെഡി 3 ഡ്രോപ്പ് ലെമണിലൂടെ കൂടെ ഒരു ഹാഫ് ഡ്രോപ്പ് എന്നുള്ളത് 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ചേർക്കുക കേട്ടോ. 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ചേർക്കുക, അതായത് പ്രഷ്യൻ ബ്ലൂ 1 ഡ്രോപ്പ് 3 ഡ്രോപ്പ് ലെമണല്ലോ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഡാർക്ക് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് കിട്ടുന്നുണ്ട്. ഡാർക്ക് ഗ്രീൻ പോലത്തെ ഒരു കളർ കിട്ടും. പ്രഷ്യൻ ബ്ലൂവിൻ്റെ അളവ് കൂടുമ്പം അതിനകത്ത് 1 ഡ്രോപ്പ് ബേൺസീന കേട്ടോ. ബേൺസീന 1 ഡ്രോപ്പ് നോക്കട്ടെ, ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് പറയാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് കോമ്പിനേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തതിനെ അറിയാൻ പറ്റുള്ളൂ. ഞാനത് മിക്സ് ചെയ്തിട്ട് പറയാവേ. അല്ലാതെ ഉപയോഗിക്കുന്നത് സാബ് ഗ്രീൻ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വാങ്ങുക. കാരണം നമുക്ക് ഈ സാരിയിൽ പല ഭാഗങ്ങളിൽ നമ്മൾ കണിക്കുന്ന ചെയ്യുന്നതിൻ്റെ ബേസ് അടിയിലുള്ള ഭാഗം നമ്മൾ സാബ് ഗ്രീനാണ് ചെയ്യുന്നത് കേട്ടോ. 1 ഡ്രോപ്പ് നമുക്ക് സാബ് ഗ്രീൻ കൂടെ മിക്സ് ചെയ്ത് അല്ല ബേൺസീനോടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സാബ് ഗ്രീൻ മിക്സ് ചെയ്യണം. സാബ് ഗ്രീൻ മിക്സ് ചെയ്ത് കിട്ടും കേട്ടോ. ഒരിക്കലും കോമ്പിനേഷൻ പറയട്ടെ, ജസ്റ്റ് ഒന്ന് പറയട്ടെ കോമ്പിനേഷൻ. 3 ഡ്രോപ്പ് ഇല്ലേ മാം, ഞാൻ ചോദിച്ചത് കേൾക്കാം, ഞാൻ പറഞ്ഞ് മറന്നു, അതാണ് കാര്യം. 3 ഡ്രോപ്പ് ലെമണല്ലോ, 1 ഡ്രോപ്പ് റഷ്യൻ ബ്ലൂ, 1 ഡ്രോപ്പ് ബേൺസീന. ഇത്രയും കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സാബ് ഗ്രീൻ്റെ കോമ്പിനേഷൻ കിട്ടും കേട്ടോ. സാബ് ഗ്രീൻ എന്ന് പറയുന്നത്, സാബ് ഗ്രീൻ ഡയറക്റ്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ സാബ് ഗ്രീൻ മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാബ് ഗ്രീൻ മിക്സ് ചെയ്യുന്നൊരു കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് സാബ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാബ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. സാബ് ഗ്രീൻ്റെ കോമ്പിനേഷനാണ് പറഞ്ഞത്. 3 ഡ്രോപ്പ് ലെമണല്ലോ, 1 ഡ്രോപ്പ് റഷ്യൻ ബ്ലൂ, 1 ഡ്രോപ്പ് ബേൺസീന. ഇതിനകത്ത് നമുക്കിപ്പം ടോട്ടലി 5 ഡ്രോപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ലൈനിങ് ആണ്, നമുക്കൊരു 2 ഡ്രോപ്പ് വരെ വാട്ടർ മതി. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമുക്കൊരു 2 ഡ്രോപ്പ് വരെ വാട്ടർ മതി കേട്ടോ. ഷെയ്ഡിങ്ങിനാണ് നമുക്ക് വെള്ളം കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഔട്ട്ലൈനിങ് ആണ് കേട്ടോ. ഔട്ട്ലൈനിങ് ആണെങ്കിൽ നമുക്ക് 5 ഡ്രോപ്പ് കളറിനൊക്കെ നമുക്ക് ഒരു 2 ഡ്രോപ്പ് വെള്ളം മതി. അതിൻ്റെ പകുതി അളവിലേക്ക് ചേർക്കത്തുള്ളൂ. പിന്നെ നമ്മൾ വാട്ടർ ചേർക്കുമ്പോൾ കറക്റ്റ് സാബ് ഗ്രീനാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തത്. ഞാൻ പിന്നീട് നമ്മുടെ ക്ലാസ് തുടങ്ങണതിൻ്റെ അന്ന് നോക്കിയപ്പോൾ ഈ സാബ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിന് വേണമല്ലോ, അതിൽ ഗ്രീൻ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗ്രീൻ പറയണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ മിക്സ് ചെയ്യാൻ പറഞ്ഞത്. എന്നാലും എല്ലാവരും ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഗ്രീൻ വാങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് മേടിച്ച് വെക്കുക കേട്ടോ. ഇതിൽ നമ്മളിത് ഗ്രീനിൻ്റെ ഭാഗങ്ങൾ കേട്ടോ, ഈ ഗ്രീന് എൻ്റെ ഇത് കുറച്ച് വെള്ളമാണ്. ഈ ഭാഗങ്ങളിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ കേട്ടോ. ലൈറ്റ് ഗ്രീൻ കൊടുത്ത ഭാഗങ്ങൾ വളരെ തിന്നായിട്ട് 00 ബ്രഷൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. പിക്ചറിൽ അത്ര ക്ലിയർ ആയിട്ട് വരച്ചിട്ടില്ല, കാരണം ചെറിയ പിക്ചറല്ലേ ഞാൻ വരച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കുറച്ച് വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും വേണ്ട ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയറായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ സാബ് ഗ്രീൻ വെച്ച്. ഫസ്റ്റ് നമ്മൾ ചെയ്ത ലൈറ്റ് ഗ്രീനാണ്. ഒരു 3 ഡ്രോപ്പ് ലെമണിലൂടെ കൂടെ ഒരു ഹാഫ് ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ആണ് ചേർത്തത് കേട്ടോ, ലൈറ്റ് ഗ്രീൻ ഉണ്ടാക്കാനായിട്ട്.
നമ്മൾ ഇതിനകത്ത് ഫാബ്രിക് കളേഴ്സിലധികം പതല്ലോ ബ്ലൂ എന്ന് പറഞ്ഞൊരു ബ്ലൂ ഇറങ്ങുന്നില്ല. വേറെ ആരും എന്നോട് പറഞ്ഞില്ല. നിങ്ങളാരും വാങ്ങാൻ പോയില്ലേ സാധനമൊന്നും? ഏ കിട്ടിയില്ല. പറഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല മാം അങ്ങനത്തെ ഒരു കളർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കളറ് ഫാബ്രിക് കളേഴ്സിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളെപ്പോഴും അക്രലിക്കിൽ മാത്രമേ ഉള്ളൂ, ട്യൂബിലേ ഉള്ളൂ. അപ്പം നമുക്ക് അതിന് പകരം സെറൂലിയൻ ബ്ലൂ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പതല്ലോയ്ക്ക് പകരം നമുക്ക് സെറൂലിയൻ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. സെറൂലിയൻ എന്നൊരു ബ്ലൂ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെറുതായിട്ട് ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ സൂം ചെയ്തിടാം. ഞാൻ ലാസ്റ്റാണ് ചെയ്തത്. പിന്നെ ഈ റെഡ് വരച്ചിട്ടാണ് ഞാൻ പിന്നെ ക്ലിയർ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ആദ്യം ലൈറ്റ് ഗ്രീൻ വരച്ചിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഫോട്ടോ ഇട്ട് തരാം. അതിൻ്റെ അടുത്തുകൂടെയാണ്, അതിൻ്റെ പുറത്തൂടെയല്ല, അതിൻ്റെ അടുത്തുകൂടെയാണ് ഞാനിങ്ങനെ സാബ് ഗ്രീൻ കൊണ്ട് വരയ്ക്കുന്നത് കേട്ടോ. ആ ലൈറ്റ് ഗ്രീനും നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മൾ ആ കണിക്കൊന്നയുടെ പിക്ചറിലും നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീനൊക്കെ ചെയ്ത് വയ്ക്കാം കേട്ടോ. ആ ലീഫിനും ഇടയ്ക്കുള്ള ഭാഗങ്ങൾ ഞാനൊന്ന് ചെയ്തിടാം. ചെയ്തിട്ടതിന് ശേഷം വേണം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാക്സിമം ചെയ്ത് നാളത്തെ ക്ലാസ്സിൽ മറ്റ് 2 പിക്ചറും കംപ്ലീറ്റ് ചെയ്താൽ ലാസ്റ്റ് ക്ലാസ്സിൽ സൺഡേത്തെ ക്ലാസ്സിൽ ബ്ലാക്ക് എഴുത്തുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മാക്സിമം ചെയ്യും. ഒരല്പം ടൈം എടുത്താലും ഞാൻ കുറച്ച് മാക്സിമം കൃഷ്ണൻ്റെ കംപ്ലീറ്റ് ചെയ്യത്തക്കത് അത്രയാണ് ചെയ്യുന്നത്. ഇന്നൊരു ആക്കിയിട്ട് നാളെ മറ്റേ 2 ഡിസൈനുമാണ് കേട്ടോ. മാഡം ആ ചെറിയ മൈപ്പിയിൽ ഇട്ടുതരാന്ന് പറഞ്ഞ് കിട്ടുന്നില്ല. അതിൻ്റെ ചെറുതാക്കി ഇട്ടുതരാം. എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താം, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അതൊന്ന് വരച്ചിട്ട് ഗ്രൂപ്പിൽ തന്നെ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇരുപതാം തീയതി കണക്കാക്കിയാണ് നമ്മൾ അടുത്ത ക്യാൻവാസ് മ്യൂറൽ. ഭയങ്കര രസമുള്ളൊരു പിക്ചറാണ്, വെറൈറ്റി പിക്ചറാണ്, ഡാൻസിങ് ഫിഗറാണ്. 2 ഫിഗേഴ്സുകളുണ്ട്. നല്ല രസമുള്ള ഫിഗേഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ആഡ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദ്യ ആർട്സ് എന്ന പേരിൽ എത്ര ദിവസം? 10 ഡേയ്സ് ഓർ 12 ഡേയ്സ് വരെ കാണും. നമുക്ക് തീരുന്നത് വരെ A2 സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്യാൻവാസ് ആണോ? ക്യാൻവാസ് എന്താ പിക്ചർ എന്നാ പറഞ്ഞേ? ഡാൻസിങ് ലേഡീസ്. സാരിയിൽ ഡാൻസ് ചെയ്യുന്നില്ലേ, മോഹിനിയാട്ടം പോലത്തൊരു ഫിഗറും അല്ലാത്തൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ഫിഗറുമാണ്. 2 ഫിഗറുകളാണ്. ഓക്കെ മാം. ഇത് മെയിൻലി നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യം വരുമ്പം അതിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റോ ക്ലാസ് നല്ലതാണെന്നൊക്കെ ഒരു കമൻറ്റൊക്കെ ഇട്ടാലേ ഒരു സ്റ്റുഡൻസ് ക്ലാസ് നല്ലതാണെങ്കിൽ അത്യാവശ്യം. ഇൻസ്റ്റഗ്രാമിൽ ആദ്യ ആർട്സ് തന്നെയാണോ? ആദ്യ ആർട്സ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, പരസ്യം അങ്ങനെയാണ് പോകുന്നത്. ആദ്യ ആർട്സിൻ്റെ പേരിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ മാം, നോക്കാം. മാം കഴിഞ്ഞ വർഷം പറഞ്ഞതല്ലേ ബാംഗ്ലൂരിൽ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അതെ.
അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല, ഈ വർഷം ഞങ്ങളെ സ്പേസ് ഉണ്ട് കേട്ടോ മാം. ഉണ്ടല്ലേ? മാം അങ്ങനെ ഇവിടെ സ്റ്റുഡൻസിനെ കിട്ടുകയാണെങ്കിൽ മാമിന് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഞാനത് സ്പേസ് ഞാൻ തരാം. ശരി മാം, ഞാൻ വിളിക്കാം മാം, ഞാൻ വിളിക്കാം. ആ നമ്മൾ എറണാകുളത്തും സ്പേസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഞാൻ ഇതുവരെയായിട്ട് ഓൺലൈൻ മീഡിയാസിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് തന്നെ വരുന്ന എൻക്വയറീസ് എന്നുള്ള ക്ലാസ്സുകളാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴും ജസ്റ്റ് ഒന്ന് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന പുള്ളിക്കാരൻ പറഞ്ഞത് കുറച്ചൊന്ന് ആഡ് റൺ ചെയ്ത ആൾക്കാരുമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്കൊരു സ്പേസിൽ ക്ലാസ് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ 1-2 കോഴ്സുകൾ ഇങ്ങനെ നമ്മുടെ ആദ്യ ആർട്സിൻ്റെ തന്നെ കണ്ടിന്യൂസ് വരുമ്പോഴേ പേജസിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു വ്യൂവേഴ്സൊക്കെ വരും. എന്നിട്ട് വെച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് പറയും. നമുക്ക് പിന്നെ ഈ മാർക്കറ്റിംഗ് അറിയത്തില്ലല്ലോ, നമ്മൾ ഈ ഫുള്ളി ക്ലാസ് എടുക്കുന്ന പരിപാടിയല്ലേ. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരും നല്ല സ്മാർട്ട് വർക്കിംഗ് അല്ലേ. നമ്മൾ ഹാർഡ് വർക്കിങ്, അവർ സ്മാർട്ട് വർക്കിങ്ങിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ സ്റ്റേജിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം പുതിയതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അതുകൊണ്ടൊരു ഇത് കിട്ടാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം നമുക്കൊക്കെ നല്ല നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റുന്ന ഐഡിയാസുകൾ നിങ്ങൾക്കൂടെ ഇപ്പോൾ ഷെയർ ചെയ്താണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ വർക്കുകൾ നമ്മൾ കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വർക്കുകൾക്ക് ഇപ്പോൾ ഓർഡറുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. വർക്കുകൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് ഓർഡേഴ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൈപ്പീരിയയിൽ ജസ്റ്റ് ഞാൻ പറയാൻ സംസാരിച്ചിട്ടുണ്ട്. മൈപ്പീരിയയിൽ എന്താണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് സാഗ്രീൻ വെച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരു ചെറിയൊരു ഔട്ട്ലൈനിങ് മാത്രമാണ് കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ഔട്ട്ലൈനിങ് മാത്രമാണ്. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ഷെയ്ഡിങ് കേട്ടോ. നമ്മളിതിനകത്ത് ഫസ്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കാത്തതുകൊണ്ട് ഗ്രീനൊക്കെ 3 സ്റ്റെപ്പിൽ നിർത്തുകയാണ്. ഫസ്റ്റ് നമ്മളിപ്പം ചെയ്തത് ഗ്രീൻ ഫില്ലിംഗ് ആണ്. ലൈറ്റ് ഗ്രീനാണ് ഫില്ല് ചെയ്തത്. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ എന്ന അളവിൽ ഫില്ല് ചെയ്തു. ഇപ്പോൾ 2ാമത്തെ സ്റ്റെപ്പ് സാബ് ഗ്രീനാണ്. സാബ് ഗ്രീൻ നമുക്ക് ഒരു 2 ഡ്രോപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ 1 ഡ്രോപ്പ് വാട്ടർ മതി കേട്ടോ. 2-3 ഡ്രോപ്പ് എടുക്കണമെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ് അളവിൽ വാട്ടർ എടുത്താൽ മതി. 000 ബ്രഷ് ഉപയോഗിച്ചാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് എൻഡിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ആവാത്ത വിധത്തിൽ വേണം വരയ്ക്കാനായിട്ട്. പിന്നെ ബ്രഷ് നമുക്ക് നല്ലതായിട്ട് സ്മൂത്തായിട്ട് ഓടണമെങ്കിൽ കുറച്ച് വാട്ടർ ആണെങ്കിൽ ഓടത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും കേട്ടോ. അപ്പം ആ രീതിയിലാണ് നമ്മളിത് വരച്ചിരിക്കുന്നത്, ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് സാബ്ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വാട്ടറിൻ്റെ അളവിൽ നല്ലപോലെ വ്യത്യാസമുണ്ട്. 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടറാണ് കേട്ടോ. 3 or 4 വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 1 ഡ്രോപ്പ് കളറിന് 3 or 4 വരെ നമുക്ക് അത്രയും നന്നായിട്ട് വെള്ളം നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് കളർ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് നല്ലതുപോലെ വെള്ളം ആഡ് ചെയ്യാൻ പറ്റും. 1 ഡ്രോപ്പ് സാബ് ഗ്രീന് 3 or 4 ഡ്രോപ്പ് നമുക്ക് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. വാട്ടർ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് ഉണങ്ങിയതിന് ശേഷം നല്ലതുപോലെ, അതായത് ഒരു ഹാഫ് ആൻ അവർ 1 hour കഴിഞ്ഞ് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളെടുത്ത് ഷെയ്ഡിങ്ങിലോട്ട് പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് 0യുടെയൊക്കെ ബ്രഷ് യൂസ് ചെയ്യാം. ചെറുതായിട്ട് നമ്മളിത് ഉപയോഗിച്ച് ഇതിൻ്റെ അടുത്ത് കേട്ടോ നമുക്ക് ആ ലൈറ്റ് ഗ്രീൻ്റെ അളവ് കുറച്ച് കുറയ്ക്കി ഇതിലോട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ആ ചെയ്ത ഭാഗങ്ങളിൽ കുറച്ച് വെള്ളം ഞാൻ എടുത്ത് ഒഴിക്കുകയാണ് ചെയ്തപ്പോൾ അല്പം ഒന്ന് കുടിപ്പി. ചെറിയ ബ്രഷ് വെച്ച് ചെയ്താൽ മതി. നമുക്ക് ചെറിയ ഏരിയാസ് ആയതുകൊണ്ട് ചെറിയ ബ്രഷ് വെച്ച് ചെയ്താൽ മതി. ഇതിലൊരു ഷെയ്ഡ് കൂടെ, കാരണം നമ്മൾ ഈ സാബ്രീൻ ചെയ്തെടുത്ത് എന്ത് എഴുതും, ബ്ലാക്ക് എഴുതുമ്പോൾ ഷെയ്ഡ് മാത്രമാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്കൊരു ചെറിയ ഷെയ്ഡ് കൂടെ വരത്തക്ക വിധത്തിൽ ലയിപ്പിച്ചെടുക്കും കേട്ടോ. എന്നാൽ നമ്മൾ ആദ്യം ചെയ്ത ലൈറ്റ് ഗ്രീൻ അങ്ങ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് പോകരുത്. നമുക്ക് വലുതായിട്ട് ഇപ്പം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നത് ബ്ലാക്ക് എഴുതുമ്പോഴാണ് കേട്ടോ.
എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ ഒന്നും ഇപ്പം ചെയ്യുന്നില്ല സമയത്തിൻ്റെ. നമുക്ക് ഇവിടെ കുറച്ച് സ്റ്റോണൊക്കെ ചെയ്തിട്ടുണ്ട്, അതിലും നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകരുത്, അകത്തൊരു ചെറിയ ലൈറ്റ് ഗ്രീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കും കേട്ടോ. ഇവിടെയും നമ്മൾ ഔട്ട്ലൈൻ വരച്ചതിൻ്റെ അടുത്ത് ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കും, ഓരോ ഭാഗങ്ങളിലും ഔട്ട്ലൈൻ വരച്ചതിൻ്റെ അടുത്തൊക്കെ. മാമിന്റെ പിക്ചർ ഇത് A2 ആണോ? ഞാൻ അല്ലല്ല A3 തന്നെ മാം. 3 എടുത്തപ്പം ഇങ്ങനെ വേർട്ടിക്കലായിട്ടാണ് വന്നത് കണ്ടോ, ഇങ്ങനെയാണ് എടുത്തത്. ഹസ്ബൻഡ് ഇങ്ങനെ എടുത്തു, പിന്നെ ഞാൻ വരച്ചപ്പോഴോ തെളിഞ്ഞില്ല, കുത്തനെയായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ട്രേസ് ചെയ്തപ്പോൾ തെളിഞ്ഞില്ല, പിന്നെ ഞാനങ്ങ് ഡയറക്റ്റ് വരയ്ക്കുകയായിരുന്നു ചെയ്തത് യെല്ലോ കൊണ്ട്. മുഖമൊക്കെ ഇന്നലെ അത്ര ക്ലിയർ അല്ലായിരുന്നു കേട്ടോ, ആ പിക്ചറുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ്. ഇന്ന് ഞാൻ പിന്നെ റെഡ് കൊണ്ടാണ് മുഖമൊക്കെ പിന്നെ കുറച്ചൊന്ന് നോക്കിയൊക്കെ വരച്ച് വെച്ചത്. ഇതിൽ ഞാൻ A3 എടുത്തിട്ട് A4ന്റെ സൈസേ ഉള്ളൂ. ആ പിക്ചർ അത് ചിലവർ എടുക്കുന്ന കുറച്ച് സൂം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ A3 സെറ്റ് ചെയ്തെടുക്കും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയാൽ A3 A2 ആയാലും ഞാൻ ആദ്യം ഫ്രെയിം ഇട്ട് അത് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറയും, ആ ഫ്രെയിമിനുള്ളിൽ നിർത്താൻ പറയും. നാട്ടിലൊക്കെ പറ്റും മാം, ഇവിടെ പറ്റത്തില്ല. അതാണ് അന്ന് ആറ്റുകാലമ്മ എനിക്ക് സ്വന്തം വരയ്ക്കേണ്ടി വന്നില്ല, റൗണ്ടും ഇതൊക്കെ വരച്ച്. പക്ഷെ അടിപൊളിയായിട്ട് മാമിന്റെ പിക്ചർ ബേസ് വെച്ചിട്ട് വരയ്ക്കേണ്ടി വന്നു ഫുള്ള്. എന്നാലും അത് നല്ല രസമുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തില്ല നമ്മൾ ഗ്രൂപ്പിലൊക്കെ. കംപ്ലീറ്റ് ആക്കി. ഇതിൽ ഞാൻ മൈപ്പീരിയിൽ ഇവിടെ കൂടെ ഒന്ന് വരച്ചിട്ടുണ്ട്, സാബ് ഗ്രീൻ്റെ. നമ്മുടെ പ്രധാനപ്പെട്ട കളറിങ് ഷെയ്ഡിങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ, അതായത് കൃഷ്ണൻ്റെ കളറിങ്ങാണ് കേട്ടോ. കൃഷ്ണൻ്റെ കളറിങ്ങാണ് പ്യൂർ വാട്ടർ. ഞാനിപ്പോൾ ഗ്രീൻ്റെയിൽ ഇവിടെയൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. നമുക്കൊന്ന് ഫില്ല് ചെയ്തുകൂടെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഷെയ്ഡ്സുകളാണ് വരുന്നത്, നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇനിയും 2 പിക്ചേഴ്സുകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പോയാലേ നമുക്ക് കളറിങ്ങൾ തീരത്തുള്ളൂ. നമ്മുടെ ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഓൾറെഡി നമ്മൾ പതല്ലോ ബ്ലൂ ഇല്ല, പതല്ലോ ബ്ലൂ എന്ന് പറയുന്നത് കറക്റ്റ് മിക്സിങ് കളറാണ്, വൈറ്റ് കൂടെ ചേർത്താൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗ്രീനിഷ് കൃഷ്ണനാണ്, പക്ഷെ ഞാനിതൊരു പിങ്കിഷ് കൃഷ്ണനാണ്, ഒരു നീലയിലെ പിങ്ക് കലർന്നൊരു കൃഷ്ണനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അപ്പോൾ ലൈറ്റ് ബ്ലൂവിന് എപ്പോഴും സെറൂലിൻ ബ്ലൂ കേട്ടോ, അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ആയിട്ട് വാങ്ങാൻ കിട്ടുക. സെറൂലിൻ ബ്ലൂവും വൈറ്റും ആണ് നമ്മുടെ കോമ്പിനേഷൻ. എടുത്തോട്ടെ സെറൂലിൻ ബ്ലൂ. ഓ മോളെ, പതല്ലോ ബ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. പതല്ലോ ബ്ലൂ ബോട്ടിലുണ്ടോ? ട്യൂബിലെ കളർ ഉപയോഗിച്ചിട്ട് ക്യാൻവാസിലാണോ ചെയ്യണേ? അല്ല മാം, സാരിയിലാണ് ചെയ്യുന്നത്. അതിന് പതല്ലോ ബ്ലൂ എന്നൊരു കളർ ബോട്ടിലിൽ ഇറങ്ങുന്നില്ല മോളെ. പിന്നെ വേറെ ഏതെങ്കിലും കമ്പനിക്കാർ ഇറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കിട്ടിയോ അത്? ട്യൂബാണ് മാം, ട്യൂബ് ഉപയോഗിച്ചുകൂടാ, ക്ലോത്തിൽ ഉപയോഗിക്കാനേ പാടില്ല, അതിനകത്ത് ഗമ്മില്ല. അതുകൊണ്ട് തന്നെ അവിടെ പറ്റിപ്പിടിച്ചിരിക്കേ ഉള്ളൂ, കളർ ഇളകിപ്പോവും ആ ചെയ്യുമ്പോൾ കേട്ടോ. ഇത് സെറൂലിൻ ബ്ലൂ ആണ്. സെറൂലിൻ ബ്ലൂ ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വൈറ്റ് മിക്സ് ചെയ്യണം, അപ്പോൾ നല്ല ലൈറ്റ് ബ്ലൂ ആവും കേട്ടോ. ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പെങ്കിലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വൈറ്റ് യൂസ് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാം 3 ഡ്രോപ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഉദ്ദേശ ഒഴിപ്പാണ്, ശരിയായി വരും. ഭയങ്കര കട്ടിയായി ഒഴിക്കാൻ പറ്റില്ല. ക്യാൻവാസിലേക്ക് ഒന്ന് പറയോ മാം കളറ്? ക്യാൻവാസിന് സെയിം കളർ തന്നെയാണ് മാം, വാട്ടറിൻ്റെ അളവ് മാത്രം കുറച്ചാൽ മതി കേട്ടോ. പതല്ലോ വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് പതല്ലോ അല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ അളവൊക്കെ തന്നെയാണ് മാം, കളറിൻ്റെ വ്യത്യാസം. ഇതേ തന്നെ എടുത്താൽ മതി. സെറൂലിൻ അല്ലെങ്കിൽ കൊബാൾട്ട് ബ്ലൂ ഉണ്ടല്ലോ മാം, ഒരു ലൈറ്റ് ബ്ലൂ ആണ് നമുക്ക് വേണ്ട കളർ കേട്ടോ. നമുക്ക് പതല്ലോയിൽ ഒരു ഗ്രീനിഷ് ആണ് നമ്മൾ, പക്ഷേ ഇതിനകത്തൊരു പർപ്പിൾ കളറാണ് കൃഷ്ണന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു പർപ്പിൾ കളർന്ന ഒരു പിങ്കിഷ് കൃഷ്ണനായിട്ട് കേട്ടോ. ഇത് ബ്ലൂ കൂടിയത് കൊണ്ടാണ്. ബ്ലൂ 3 ഡ്രോപ്പ് വരുമ്പോൾ ഇത്രയല്ല വരുന്നത്, നല്ല ലൈറ്റ് ബ്ലൂ ആവും കേട്ടോ. എൻ്റെത് ഇപ്പം കറക്റ്റായിട്ട് ലൈറ്റ് ബ്ലൂ ആയിട്ടില്ല, കാരണം ബ്ലൂ കൂടിപ്പോയി.
നമ്മൾ എത്ര അളവിൽ കളർ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔട്ട്ലൈൻ മ്യൂറൽ റെഡ് കൊണ്ടുകൂടെ വരച്ചിരിക്കണം. മ്യൂറൽ റെഡ് കൊണ്ടുകൂടെ ഔട്ട്ലൈൻ, ബോഡിയുടെ ഔട്ട്ലൈൻ എല്ലാം വരച്ചിരിക്കണം. കണ്ണ്, മൂക്ക്, ചുണ്ട് ഇതെല്ലാം വരച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്യുമ്പോൾ ചിലപ്പം ചുണ്ടിലും മൂക്കിലും കണ്ണിലും ഒക്കെ കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് എത്ര കളറാണ്, 3 ഡ്രോപ്പ് കളറാണ് ടോട്ടൽ എടുക്കണമെങ്കിൽ 6 ഡ്രോപ്പ് വാട്ടർ ചേർക്കും കേട്ടോ. എത്ര കളർ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി അളവിൽ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വലിയ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 3D ഒക്കെ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. 5 എടുക്കണ്ട, 3D ഒക്കെ ബ്രഷ് യൂസ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം ബ്ലൂ കുറേ എടുത്ത് ഒഴിച്ചത് കൊണ്ടാണ് കളർ കറക്റ്റായിട്ട് വരാത്തത്. നമുക്കൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ, ഒരു ഭയങ്കര ലൈറ്റ് അല്ല, ഈ ഒരു ലൈറ്റ് വരും കേട്ടോ. മാം ട്യൂബ് ഉപയോഗിച്ച കുഴപ്പമുണ്ടോ മാം? നമ്മളെ ഡ്രസ്സിലാണെങ്കിൽ ട്യൂബ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇളകി വരും. ഫുള്ളായിട്ട് ഇളകി വരുമോ? ഫുള്ളായിട്ടും ഇളകി വരത്തില്ല. അവിടെ എവിടെയോ ഇങ്ങനെ ലെയർ പോലെ ഇങ്ങനെ ഇളകി വരും കേട്ടോ. പറ്റി പിടിച്ച ബോട്ടിൽ കളറാണോ ഉപയോഗിക്കുന്നത്? ബോട്ടിൽ കളർ ഡ്രസ്സിൽ നമ്മൾ ഫാബ്രിക് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ലപോലെ ഫെവിക്കോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു കളറാണ്. അവർ പ്രത്യേക പ്രപ്പോർഷനിൽ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് കേട്ടോ. കളറിൻ്റെ അളവ് കുറയ്ക്കുകയും കെമിക്കലിൻ്റെ അളവ് കുറയ്ക്കുകയും ഫെവിക്കൽ കോളിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ കളറിങ് നമുക്ക് വ്യത്യാസമുണ്ട് ഡ്രസ്സിൽ ചെയ്യുമ്പോൾ കേട്ടോ. ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളത് ഫ്രെയിം ചെയ്തൊക്കെ വയ്ക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളത് ഉപയോഗിക്കുകയോ വാഷ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ കളർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് കൂടുതൽ കളർ മിക്സ് ചെയ്യുക. മിക്സിങ് കളേഴ്സാണ്. ഇല്ലെങ്കിൽ കൃഷ്ണൻ്റെ മുഖത്തൊരു കളറായിപ്പോവും, കയ്യിലൊരു കളറായിപ്പോവും, കാലിലൊരു കളറായിപ്പോവും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ എടുത്ത് ഒഴിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണെന്ന് വിചാരിച്ച് കാണും. ഇല്ലെങ്കിൽ പല കളർ പലയിടത്തായിപ്പോൾ നമ്മൾ എത്ര എക്സ്പേർട്ട് ആയി കഴിഞ്ഞാലും മിക്സ് ചെയ്യുമ്പോൾ ഓരോ സമയത്തും ഓരോ ടൈപ്പ് ഓഫ് കളേഴ്സ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ട്രിപ്പിൾ സീറോ ബ്രഷ് വെച്ച് തന്നെയാണോ ചെയ്യണേ? 3D ബ്രഷാണ് മാമിൻ്റെ കയ്യിലിരിക്കുന്നത്. വലിയ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വൈറ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പം കാണുന്ന കളറിനേക്കാളും ഉണങ്ങുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ആയിക്കോളും കേട്ടോ. മാം നമുക്കേ ഫെവിക്രിലും ഇതേപോലെ തന്നെ ക്യാമലും ഉണ്ടല്ലോ ആക്രിലിക് കളറില്, അപ്പോൾ ഏതാണ് ബെറ്റർ കൂടുതൽ? ബെറ്റർ ഫെവിക്രിലാണ്. അതായത് ആദ്യം നമ്മുടെ ഡ്രസ്സുകളിൽ ഉപയോഗിക്കാനായിട്ട് പരീക്ഷിച്ച് ഇറക്കിയതും ഡ്രസ് പ്രോഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം ഫെവിക്രിൽ കമ്പനിയാണ് കേട്ടോ. ക്യാമൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ്, നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റ്, ക്യാൻവാസ് ഷീറ്റ്, ഇതൊക്കെ ക്യാമലിൻ്റെയാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഡ്രസ് മെറ്റീരിയൽസിലും ഡ്രസ് ഡിസൈനിങ്ങിലും ഒക്കെ ആദ്യമായിട്ട് പ്രോഡക്റ്റുകൾ ഇറക്കി തുടങ്ങിയത് ഫെവിക്രിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്യാൻവാസിനൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ക്യാൻവാസൊക്കെ വാങ്ങാൻ പറയണമെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ക്യാമൽ കമ്പനിയാണ്. പക്ഷേ ഈ ഫാബ്രിക് കളേഴ്സുകൾ ഞാൻ ഒന്നുപോലും ക്യാമൽ വാങ്ങില്ല. കാരണം അവരുടെ കാലം നമുക്കത് യൂസ് ചെയ്ത വർഷങ്ങളോളം നിൽക്കുന്നത് ഫെവിക്രിലിൻ്റെ കളറുകൾ തന്നെയാണ് കേട്ടോ. മാം അക്രലിക് ബോട്ടിൽ കളേഴ്സും ക്ലോത്തിൽ യൂസ് ചെയ്യുന്നത് പറ്റില്ലേ? ബോട്ടിൽ കുഴപ്പമില്ല. അത് ഫാബ്രിക് എന്ന് പറഞ്ഞുകൊണ്ട് അക്രിലിക് ബോട്ടിൽ കളർ, ബോട്ടിൽ ഏതായാലും കുഴപ്പമില്ല. ബോട്ടിൽ കളർ എന്ന് പറയുന്നത് എല്ലാ കളേഴ്സിനും നമുക്കറിയാമല്ലോ. അതായത് വില വളരെ കുറവാണ്, 25 റുപ്പീസേ ഉള്ളൂ. അതേസമയം നമ്മൾ അതേ ML ഉള്ള 2 കളർ വാങ്ങുമെങ്കിൽ പോലും 100 രൂപയ്ക്ക് മേളിലാവും. അപ്പോൾ കുറച്ച് കളറും ബാക്കിയെല്ലാം ഫെവിക്കോൾ കണ്ടൻറ്റും അടങ്ങുന്ന ഒരു ഇതാണ് ബോട്ടിലിൽ വരുന്ന കളേഴ്സുകൾ കേട്ടോ. ഇതെല്ലാം നമുക്ക് അതായത് നമ്മൾ വേറെ വേറെയുള്ള പ്രതലങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റഡാണ്. അപ്പോൾ അത് ട്യൂബ് ഉപയോഗിക്കുമ്പോൾ ആ കുഴിക്കകത്തൂടെ അത് നന്നായിട്ട് ഒബ്സോർവ് ചെയ്ത് പറ്റി പിടിച്ചിരിക്കും. ഇതെന്ന് പറയുന്ന ബോട്ടിൽ അല്ലെങ്കിൽ ഓള് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം എപ്പോഴും അതിനകത്തൊരു ഗം എഫക്റ്റ് കൂടെ ഉണ്ടാവണം കേട്ടോ.
അതിന് വേണ്ടിയാണ് ബോട്ടിൽ കളേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചുമരിലൊക്കെ ചെയ്യുമ്പോഴും അക്രിലിക് ട്യൂബല്ല യൂസ് ചെയ്യുന്നത്. ക്യാൻവാസിൽ മാത്രമേ അക്രിലിക് ട്യൂബ് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഓരോ കളേഴ്സിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതേസമയം നമുക്ക് ഇപ്പം എന്താണ് ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങുകളുണ്ട്. ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല വുഡിൻ്റെ പ്രിൻറ്റിങ് സ്ക്രീൻ ഇത് വാങ്ങാൻ കിട്ടും, ഷേപ്സുകളൊക്കെ. അത് നമ്മൾ ഫാബ്രിക് കളേഴ്സ് വെച്ച് തരുന്നത്. അതിന് പ്രിൻറ്റിങ് ഇങ്ക് പ്രത്യേകമുണ്ട്, അതാണ് ലാഭം. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ എത്ര ബോട്ടിൽ ചേർത്താലും ഒരു പ്രാവശ്യം അതിനകത്ത് അച്ചു വയ്ക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഒരുപാട് ലൈറ്റ് ആക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ മ്യൂറലിലെ കളേഴ്സുകളിൽ പാരമ്പര്യമായി ചെയ്യുന്നതിലൊന്നും വൈറ്റ് ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് എഫക്റ്റേ വരത്തുള്ളൂ. മ്യൂറലിൻ്റെ ആ ഒരു ലുക്കിങ് മാറും. മ്യൂറലിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്, തുരിശെന്ന് പറയുന്ന ഇതും അല്ലെങ്കിൽ നമ്മുടെ നീല മിനറൽ, നീലക്കട്ട, മഷിക്കട്ട എന്ന് പറയില്ലേ, ആ സാധനമൊക്കെയാണ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിന് ആ കളറിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മ്യൂറലിൻ്റെ പാരമ്പര്യം തുടരാനാണ് ഈ ഒരു കളറൊക്കെ തന്നെ നമ്മളിപ്പോഴും അതിനകത്ത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ക്രിയേറ്റീവ് ആർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ലൈറ്റായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ അത് നമ്മളൊരു മ്യൂറലിൻ്റെ എഫക്റ്റിൽ നിന്ന് മാറും കേട്ടോ. കുറച്ചുകൂടെ ലൈറ്റ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റാണ് ഇതിനകത്ത് ഭംഗി എന്ന് പറയുന്നത്. കൃഷ്ണന് കാണുന്ന പച്ച ഏതാ മാം? പച്ച നമുക്ക് ഇതിനകത്ത് കുറച്ച് പച്ച കൂടെ ചേർത്താൽ മതി. ഡാർക്ക് ഗ്രീൻ അല്ലേ, കുറച്ച് വൈറ്റും കുറച്ച് ഗ്രീനും കൂടെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ യെല്ലോ ആണ് ആഡ് ചെയ്യേണ്ടത്. യെല്ലോ ആയാലും കുഴപ്പമില്ല, ലെമൺ യെല്ലോ ആയാലും കുഴപ്പമില്ല. എല്ലാ ചുമർ ചിത്രങ്ങളിലൊക്കെ കൃഷ്ണന് കൂടുതൽ പച്ചയാണല്ലോ. അത് സാബ്രീനാണ് ആഡ് ചെയ്യുന്നത്. ചിലതിൽ നമുക്ക് നമ്മൾ നാച്ചുറൽ കളേഴ്സൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ എരിവിക്കര എന്ന് പറയുന്ന ഇതൊരു മഞ്ഞ കട്ടയാണ് കേട്ടോ, ഒരു മഞ്ഞ കളറിലെ കട്ടയാണ്. അത് നമുക്ക് ലയിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഗമ്മാണത്. അത് നമുക്ക് മഞ്ഞ കളറാണ്. ആ മഞ്ഞ ഈ തുരിശിൽ കൂടെ ഇട്ടേ, തുരിശും നമ്മുടെ എന്താണ് നീലവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മഞ്ഞയാണ് ഗമ്മായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ. അതാണ് കൂടുതലും ചുവർച്ചിത്രങ്ങളിൽ. നീല കളറില്ല, നീല എന്നൊരു കളറില്ല. പകരം പണ്ടത്തെ പാരമ്പര്യ കളറിൽ ഇതാണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഗമ്മിൻ്റെ കളറാണ്. നീലയാണ് യഥാർത്ഥ നീലക്കട്ടയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നീല ഡയറക്റ്റ് നമുക്കതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇളകിപ്പോരും. വർഷങ്ങളോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എരിവിക്കര എന്ന് പറയുന്ന ഒരു കറയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഗമ്മായിട്ട്. ആ പിഗ്മെൻറ്റ് മഞ്ഞ കളറാണ്. അപ്പം നീലയിലൂടെ മഞ്ഞ ചേരുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് പച്ചയാവും. അങ്ങനെ നമ്മൾ നീല കളർ ഉപയോഗിക്കാൻ നോക്കിയാലും ചുവർച്ചിത്രങ്ങളിൽ നീല കളറില്ല. അവർ നീലയെന്നൊക്കെ പറഞ്ഞതിനാണ് കൃഷ്ണന് കൊടുക്കുന്നത്. പക്ഷേ ആ കളർ പച്ചയായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി നമുക്ക് ലൈറ്റ് ആവും. നമ്മൾ ഷെയ്ഡ് കൊടുക്കുമല്ലോ. നമ്മൾ ഇതിനകത്തൊക്കെ ചെയ്യുന്ന കുറച്ച് ഷെയ്ഡുകൾക്ക് വ്യത്യാസമുണ്ട്. വൈറ്റ് ചേർത്തിട്ട് ഷെയ്ഡ് കൊടുക്കും. പിന്നെ കാണുന്നവർക്ക് ഭയങ്കര ഒരു ലൈറ്റായിട്ട് തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഡാർക്കായിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ഫേസിൽ കൂടെ ഒന്ന് ചെയ്യാം, കാരണം ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളിൽ ചെയ്യാം. ഫേസിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂക്കെല്ലാം ഒന്ന് റെഡിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ നമുക്ക് കളർ ഡാർക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈൻസുകളൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് റെഡ് കൊണ്ട് വരച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് കേട്ടോ.
മൂക്കിൻ്റെ നടുക്കൊരു വര. സാധാരണ മ്യൂറൽ നമ്മൾ വരയ്ക്കത്തില്ല, പക്ഷേ ഈ പടത്തിൽ വരച്ചിട്ടുണ്ട്. ആ വരയെ റെഡ് കൊണ്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ഇടയ്ക്കൊരു വര വരയ്ക്കുന്നില്ലേ? ഈ ഒരു വര, ഇവിടെയും ഒരു വരയുണ്ട്, അത് റെഡ് കൊണ്ട് വരയ്ക്കണേ. നമ്മൾ ആ ഡ്രോയിങ്ങിലുള്ള എല്ലാ വരകളും റെഡ് കൊണ്ട് വരയ്ക്കണേ. ഓക്കെ മാം. നിങ്ങൾ ചെറിയ ബ്രഷ് വെച്ച് വരയ്ക്കണേ, കാരണം ചെറിയ സ്ഥലങ്ങളാണ്. അതുപോലെ താടിയിലൂടെയും ഞാനൊരു ചെറിയ വര ഇട്ടിട്ടുണ്ട്. ആ വര പുതിയ ആൾക്കാർക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? പുതിയ ആൾക്കാർ ആരും ഒന്നും മിണ്ടുന്നില്ല. ഫസ്റ്റ് ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ മനസ്സിലാവുന്നുണ്ട് മാഡം. മനസ്സിലാവുന്നുണ്ട്. മാഡത്തിൻ്റെ പേര്? ബിന്ദു. ബിന്ദു. മാം ചെയ്ത് നോക്കിയോ ബിന്ദു മാം? ഞാൻ ഔട്ട്ലൈൻ കാണിക്കുന്ന മറ്റേ ഇത് ഔട്ട്ലൈൻ വരെ ആയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഡ്രസ്സിൽ തന്നെയല്ല, സാരി തന്നെയല്ല മാം ചെയ്യുന്നത്? നമ്മൾ എത്ര കാണുമ്പോഴും എത്ര സിമ്പിളായിട്ട് തോന്നിയാലും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള റെഷൻസ്, നമ്മളിപ്പോൾ എത്ര നന്നായിട്ട് പറഞ്ഞു തന്നാലും, എത്ര നിങ്ങൾ കാണുമ്പോഴും ഈസി ആയിട്ട് തോന്നിയാലും, എത്ര നല്ല നോട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ വണ്ടി ഓട്ടിക്കുമ്പോൾ ബ്രേക്ക് അങ്ങോട്ട് നീക്കാം, അല്ലെങ്കിൽ കൈ ഇങ്ങോട്ട് ബാലൻസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാലും ആ ഓട്ടിക്കുന്നവനെ അത് ഓട്ടിച്ച് തുടങ്ങുമ്പോഴേ അതിൻ്റെ പ്രയാസം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലാസ് കണ്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെയാണ്. അതും പിന്നെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടെ ചെയ്യുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് തിരിച്ചറിയാനും ക്ലാസ്സുകളിൽ നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ദയവായിട്ട് ക്ലാസ്സുകളിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നാളെ ഒരു പരീക്ഷയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യമാണെങ്കിൽ നമ്മൾ വെളുപ്പം അങ്ങനെ 4 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ കാര്യമാണ്. നമ്മളൊരു അങ്ങനെ 2 ദിവസം ഒന്ന് മെനക്കെട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റ് ബ്ലാക്കൊക്കെ എഴുത്താണെങ്കിൽ പിന്നീടായാലും കുഴപ്പമില്ല. ഇതിലൊക്കെ ഷെയ്ഡ് ചെയ്യുന്നത് കൂടെ ചെയ്താൽ നല്ല എഫക്റ്റീവാകും. പ്രത്യേകിച്ച് നാളെ കവിളിലൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ പിന്നീട് ശരിയായില്ലെങ്കിൽ പാടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ബാക്കിയൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ ഫേസ് ചെയ്യുന്നത് കൂടെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഇന്ന് ഫേസിലിങ്ങനെ കളർ ഇട്ടിട്ട് ചെയ്താലേ നാളെ നമ്മളിതിൽ ഒരുപാട് കളറുകൾ ഇതിൻ്റെ പുറത്ത് ഷെയ്ഡായിട്ടിടും. ഇത് നല്ലപോലെ ഉണങ്ങിയാലേ നമുക്ക് ഷെയ്ഡ്. അതുകൊണ്ടാണ് ഞാനിന്ന് വെപ്രാളം പിടിച്ച് ഈ കളർ ഇത്രയും തീർത്ത് വെച്ചത്. ഇത് നന്നായിട്ട് നമുക്ക് ഉണങ്ങിയാലേ ഇതിലോട്ട് ഷെയ്ഡ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ഏതൊരു കളറും നമ്മൾ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ. നമ്മൾ ഡ്രസ്സിൽ കാണുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ കളർ പറ്റാതെ ഒരു ഹാഫ് ആൻ അവറിലൊക്കെ ഉണങ്ങും. പക്ഷേ അത് നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും കഴിയണം. നമ്മളൊരു ഹാഫ് ആൻ അവറിൽ ചെയ്തത് ഉണങ്ങിയിട്ട് ശകലം ബ്രഷിൽ വെള്ളം നനച്ചതും തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കളർ ഇങ്ങനെ ഇളകി വരും, കുറച്ച് കളറെങ്കിലും. അപ്പോൾ അങ്ങനെ ഒന്നും ഇളകി വരരുത്. അടിയിൽ നമ്മൾ അടുത്ത് കളർ വയ്ക്കുമ്പോൾ ഇളകി വരാത്ത വിധത്തിലാവണമെങ്കിൽ മിനിമം നമുക്ക് അതിനകത്ത് 3 hours വേണ്ടി വരും കേട്ടോ. ഫേസിൽ പാച്ച് വന്നാൽ എന്ത് ചെയ്യും? അത് തന്നെ, അത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് പാച്ച് വന്നാൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി കേട്ടോ.
ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒന്ന് ലയിപ്പിച്ച് കൊടുത്തു. അത് കേട്ടോ നന്നായിട്ട് ലയിച്ച് വന്നോളൂ. ഇത് ഉണങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹാഫ് ആൻ അവറെങ്കിലും എടുക്കുമെന്ന്. അപ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ അത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ടങ്ങ് പോകും. ബ്രഷിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ബ്രഷ് നല്ലതായിട്ട് ഡ്രൈ ആക്കിക്കൊള്ളണം. വെറുതെ വെള്ളം എടുത്ത് ഒഴിക്കരുത്, എനിക്ക് സ്പ്രെഡായി പോകും കേട്ടോ. ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഒരുപാടടുത്ത് പാച്ച് പോലെ വന്നിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തു, വെള്ളം വെച്ച് കഴിച്ചപ്പോൾ നല്ല നീറ്റായില്ലേ. ചോദിച്ച് നന്നായി കേട്ടോ. അങ്ങനെ അതേ ബ്രഷ് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഫില്ലല്ലാന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് കേട്ടോ. പക്ഷേ ഈ വെള്ളമൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമായി പോകരുത്. ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഡ്രൈ ആക്കണം. ഡ്രൈ ആക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ സൈഡിലോട്ട് മാക്സിമം വെള്ളം സ്പ്രെഡ് ചെയ്യിപ്പിച്ച് കളഞ്ഞ് വേണം ചെയ്യേണ്ടത് കേട്ടോ. ബിന്ദു മാം അല്ലാതെ വേറെ പുതിയ ആൾക്കാരുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇതുപോലെയാണ്. ബാക്കിയൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം, കാരണം കുറച്ച് കളറുണ്ട്. ഉച്ച ആയി കഴിഞ്ഞാൽ വേറെ പല കളറായിപ്പോൾ ഞാൻ ചെയ്തോളാം. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി ഒന്ന് ഡ്രൈ ആക്കി എല്ലായിടവും ഒന്ന് ഫില്ല് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു ഹോളായിട്ട് കിടക്കും. നമ്മൾ ചെയ്തു നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം പറ്റത്തില്ല. ഒരു ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാലും നമുക്ക് കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ലയിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എവിടെയെങ്കിലും ഫില്ലല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കളർ അപ്ലൈ ചെയ്യാതെ അതൊന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി അതൊന്ന് ഡ്രൈ ആക്കി ഒന്ന് ലയിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇപ്പം ഞാൻ ബ്രഷ് വെള്ളത്തിലാണ് മുക്കുന്നത് കേട്ടോ. വെള്ളത്തിൽ മുക്കി ഡ്രൈ ആക്കിയാണ്. ഇവിടേക്ക് പാച്ചുണ്ട്. പാച്ച് മാത്രമല്ല കളർ ഫില്ലല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ ഫില്ലാക്കി എടുക്കുന്നത് കേട്ടോ. കണ്ണിന്റെ മുകളിൽ കുറച്ച് ഷെയ്ഡ് ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇത് റെഡ് ഇട്ട് വരച്ചതാണ്, ഷെയ്ഡ് ചെയ്തിട്ടില്ല. റെഡ് ഇട്ട് വരച്ചത് ആ ഒരു ലൈനിനെ ഒഴിവാക്കി വിട്ടതാണ് കേട്ടോ. ഞാൻ വളരെ തിന്നായിട്ടാണ് റെഡ് ഇട്ട് വരച്ചത്. അപ്പോൾ ആ ഒരു ഭാഗം പിന്നീട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ റെഡ് ലൈൻസ് വളരെ ലൈറ്റായിപ്പോയി കേട്ടോ, തിന്നായിപ്പോയി. അപ്പോൾ അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ശരിയാക്കി കൊള്ളാം. എനിക്കാവുമ്പോൾ എവിടെയൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ അറിയാൻ പറ്റുമല്ലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വരെ ഇട്ടുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ഹോളുണ്ട്. ഇപ്പം കണ്ണൊന്നും ക്ലിയറായിട്ട് കണ്ടുകൂടാ, പ്രായമായി തുടങ്ങി. അപ്പം അതുകൊണ്ട് ഈ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ശരിയാക്കി എടുത്തല്ലോ. നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്ത് കണ്ണെല്ലാം അടിച്ചു പോയി. പ്രായമായിട്ടൊന്നും അല്ല, കണ്ണല്ലാതെ അടിച്ചു പോയതാണ് കേട്ടോ. വാട്സപ്പും ഇതൊക്കെ നോക്കിട്ടാ മാം. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്ക് വരയ്ക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഭയങ്കര സ്ഥലമില്ല. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൂവിയൊക്കെ ഇട്ടായാലും എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊണ്ടാണ് വരയ്ക്കുന്നത് രാത്രി. കണ്ണ് ഭയങ്കര പെട്ടെന്ന് നമ്മൾ ഇത്രയും നല്ല ഫ്ലാഷ് ലൈറ്റിലോട്ട് നോക്കിയല്ലേ. ശരിക്കും വരയ്ക്കുന്നവരുടെ കണ്ണൊരിക്കലും പെട്ടെന്ന് നിറങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ടേ വലിയ കുഴപ്പം സംഭവിക്കില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യേ, മൊബൈലിൽ യൂസ് കൂടുതലായതുകൊണ്ട് പിന്നെ ഏത് നേരം ഇങ്ങനെയിപ്പം പുതിയ യൂട്യൂബിൽ തന്നെ ഭയങ്കര രസമുള്ളത്. എനിക്ക് ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഉറങ്ങുന്നത് പോലും ഇതൊക്കെ കണ്ടാണ്. ശരി, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ച് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ഇപ്പോഴാണ് യൂട്യൂബ് ലിങ്ക് ഇട്ടത്. നമുക്ക് ലിങ്ക് നമ്മുടെ
ഇന്നത്തെ ക്ലാസ് ലിങ്ക് വന്നതിന് ശേഷം യൂട്യൂബിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സിൻ്റെത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഞാൻ ഉടനെ തന്നെ മോളോട് പറയാം കേട്ടോ. അവൾ പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അതവിടുന്ന് ഉറങ്ങി. അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ട് മോളാണ് ഫേസ് ഒന്ന് ക്ലോസ് അപ്പ് ആയിട്ട് ഇടണേ. ഇട ഫോട്ടോസ് ക്ലിയർ ആയിട്ട് ഇടാം കേട്ടോ. ഇന്നലെ യെല്ലോ ആയതുകൊണ്ട് ഒന്നും ക്ലിയർ അല്ലായിരുന്നു, ഒന്ന് ക്ലിയർ ആക്കി ഇടാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.